പട്ടയത്തിനായി മേളയിലും പ്രതിഷേധവുമായി തങ്കമണി. പാലക്കാട് നിയമവിരുദ്ധമായി അനുവദിച്ച പട്ടയം അപ്പീൽ അധികാരി റദ്ദാക്കിയിട്ടും കൈവശരേഖയ്ക്ക് നിയമാനുസൃത പട്ടയം അനുവദിക്കാത്തതിനെതിരെ നേരത്തെ കളക്ടറേറ്റിന് മുന്നിലും അതിനു മുൻപ് പറളി 2 വില്ലേജ് ഓഫീസിലും ഒറ്റയാൾ സമരം നടത്തിയ പറളി സ്വദേശിയായ തങ്കമണി കഴിഞ്ഞ ദിവസം മുണ്ടൂരിൽ നടന്ന പട്ടയമേളയിലും പ്രതിഷേധവുമായെത്തി. നിരന്തരം പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടാവാത്തതിനെ തുടർന്നാണ് ഇവർ തുടർ സമരത്തിനിറങ്ങിയത്. കഴിഞ്ഞ 60 വർഷത്തിലേറെയായി തനിക്കും മരണപ്പെട്ട മാതാവിനും നിരാക്ഷേപമായി കൈവശത്തിലുണ്ടായിരുന്ന പറളി 2 വില്ലേജിലെ 0.0485 ഹെക്ടർ ഭൂമിക്ക് തനിക്ക് അറിയാതെയാണ് 2017 5 പേർക്ക് പട്ടയം അനുവദിച്ചതെന്ന് തങ്കമണി ആരോപിക്കുന്നു. പാലക്കാട് ലാൻഡ് ട്രൈബ്യൂണൽ തഹസിൽദാർ 1088/2009 SM നടപടിക്രമം പ്രകാരമാണ് ഈ പട്ടയം അനുവദിച്ചതെന്നും 2008 വില്ലേജ് ഓഫീസർ നിയമവിരുദ്ധമായി നൽകിയ റിപ്പോർട്ടാണ് വ്യാജ പട്ടയത്തിന് ആധാരമായതെന്നും പരാതിയിൽ പറയുന്നു. തൃശൂർ ഭൂപരിഷ്കരണ ഡെപ്യൂട്ടി കളക്ടർക്ക് നൽകിയ അപ്പീലിൽ 5/11/2025 അപ്പീൽ അധികാരി വിശദമായ പരിശോധനയ്ക്ക് ശേഷം കുട്ടിയമ്മ അടക്കം 5 പേർക്ക് അനുവദിച്ച പട്ടയം റദ്ദാക്കി ഉത്തരവിട്ടു. പട്ടയം റദ്ദാക്കിയിട്ടും ലാൻഡ് ട്രൈബ്യൂണലിന്റെയും താലൂക്ക് ഭൂരേഖ തഹസിൽദാരുടെ നിർദ്ദേശപ്രകാരം സബ് ഡിവിഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷവും 2024 ഒക്ടോബറിൽ നൽകിയ പുതിയ പട്ടയ അപേക്ഷ പരിഗണിക്കാൻ വില്ലേജ് ഓഫീസ് തയ്യാറാകുന്നില്ലെന്നാണ് തങ്കമണിയുടെ പരാതി. സ്ഥലപരിശോധന പോലും നടത്തുന്നില്ല. പഴയ റവന്യൂ രേഖകൾ പ്രകാരം പൂർവികർക്ക് ലഭിച്ച കുടിയാൻ അവകാശമാണ് തനിക്കും പാരമ്പര്യമായി ലഭിക്കേണ്ടതെന്നും വീട്ടുജോലി ചെയ്ത കുടുംബം പോറ്റുന്ന താൻ വർഷങ്ങളായി മാനസിക പീഡനവും നഷ്ടങ്ങളും അനുഭവിക്കുകയാണെന്നും തങ്കമണി പറയുന്നു. നേരത്തെ നടന്ന സമരത്തിൽ കളക്ടർ ഇടപെട്ടിരുന്നു. കളക്ടറുടെ കാരുണ്യത്തിൽ പ്രതീക്ഷയുണ്ടെന്ന് തങ്കമണി അമ്മയുടെ സമരസഹായിയും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ചിറ്റൂർ ജഗദീഷിനും തുറന്ന കത്തിനോട് പറഞ്ഞിരുന്നു. സമരം ചെയ്യുകയായിരുന്ന തങ്കമണിയെ മന്ത്രി കൃഷ്ണൻകുട്ടി കാണുകയും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് ഈ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിക്കുകയും ചെയ്തു. നേരിൽ വന്ന് കാണാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് തങ്കമണി കളക്ടറെ കാണാനായി എത്തി. മന്ത്രിയിലും കളക്ടറിലും വിശ്വാസമുണ്ടെന്ന് അവർ ആവർത്തിച്ചു. മനുഷ്യത്വപരമായ സമീപനമാണ് രണ്ടുപേരുടെയും തങ്കമണി പറഞ്ഞു. ജില്ലാ കളക്ടർ തങ്കമണിയുടെ കാര്യത്തിൽ ഹിയറിംഗ് നടത്താൻ തീരുമാനം കൈക്കൊണ്ടതായി അറിയുന്നു.